ഹോട്ടലിന്റെ വെൽക്കം ബാക്ക്. ഞാൻ ഷറഫുമാണ്. ഇപ്പോൾ ഉള്ളത് മക്കത്ത് തന്നെയാണ്. മക്കത്ത് ജംറാത്തിലുള്ളത്. പറന്ന് സുബഹിസ്കാരം കഴിഞ്ഞാണ്ട് ആളെ ഇറങ്ങുകയാണ്. അപ്പോൾ അവരെ എടുക്കാൻ വേണ്ടി പോവാണ്. ഏകദേശം ഹറമിലെത്തി. രാവിലെ 6 മണിയായിട്ടുണ്ട്. ഇന്നലെ രാത്രി 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് കണ്ട് വീഡിയോസൊക്കെ പറഞ്ഞാൽ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ബസ്സിൽ കയറി ആ ബസ് നേരെ നമ്മൾ ഹറമിനെ തൊട്ടടുത്ത് എത്തി. ശേഷം നമ്മളെല്ലാവരും ഇന്ന് ഇറങ്ങിയിട്ട് നമ്മൾ സ്വന്തം ബസ് എടുത്തിട്ട് ഓടാൻ തുടങ്ങിയാണ്. അത് എത്ര മണിക്ക്? ഏകദേശം 8-8:30 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്ന് രാവിലെ പിറ്റേ ദിവസം രാവിലെ 6 മണിയായിപ്പോൾ. ഇനി 2 മണിക്കൂർ കൂടിയും ജോലിയുണ്ട്. ബാത്റൂം പോകാൻ ഒന്ന് നിസ്കരിക്കാൻ വേണ്ടി മാത്രം വണ്ടിയിൽ നിന്ന് പുറത്തുണ്ട്. ബാക്കി ഫുൾ ടൈം വണ്ടിയിൽ തന്നെയാണ്. ഇവിടെയാണ് ജംറാത്ത്. അത് നമ്മൾ കല്ലേറുന്ന സ്ഥലം ഉണ്ടല്ലോ, അതാണ് ആ കാണുന്നത്. അവിടെ 2-3 ബിൽഡിങ് കാണണ്ട. അവിടെ അതേപോലെ മിന എന്ന് പറഞ്ഞ ഇതിൻ്റെ നേരെ അങ്ങേപ്പുറമാണ്, മുസ്ദലിഫ അതിൻ്റെ അങ്ങേപ്പുറമാണ്, അറഫ അതിൻ്റെ അങ്ങേപ്പുറമാണ്. അതായത് ഇവിടുന്ന് ഇങ്ങനെ ഹറമിൽ വരുന്ന പ്രധാനപ്പെട്ട വഴിയിലാണ് നമ്മൾ ഈ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹാജിമാർ ഇവിടെ ഇറക്കിയിട്ട് പോകുന്ന വണ്ടികളാണ് ഈ കാണുന്നതൊക്കെ. അതേപോലെ ഞാനും അങ്ങേപ്പുറത്ത് പോകുന്ന വണ്ടികളൊക്കെ ഹാജിമാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇവരെ ഇവിടുന്ന് എടുക്കുക, ഹറമിൽ കൊണ്ടിറക്കുക. മാഷാ അല്ലാഹ്. നമുക്കുണ്ടായിരുന്ന ഹാജിമാരെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു. അവരങ്ങനെ ഇറങ്ങിയിട്ട് നേരെ ഹറമുക്ക് പോകണതാ. നമ്മൾ വണ്ടി കൊടുന്ന് അങ്ങനെ തിരിച്ചിട്ട് അപ്പോൾ ഹാജിമാർ ഹറമിൽ ഇറങ്ങി ഞാൻ അവിടെ നിന്ന് കൊണ്ട് കാലി അടിച്ചിട്ട് നമ്മൾ ജംറാത്ത് എന്ന സ്ഥലത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ജംറാത്ത് തന്നെ എത്തി. ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഹാജിമാർ. ഈ സീസണിൽ ഇവിടെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് സംഗതികൾ എന്താണെന്ന് വെച്ചാൽ, ഈ വണ്ടിയിൽ കയറിയ ആളുകളിൽ അധികം ആൾക്കാരും അഫ്ഗാനിസ്ഥാന് അല്ലെങ്കിൽ ഇറാന്, തുർക്കി, പാകിസ്ഥാന് ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ ആളുകളാണ് അധികം വണ്ടിയിൽ കയറിയിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും രസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അഫ്ഗാനികളും പാകിസ്ഥാനികളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യവാന്മാരട്ടോ. മാഷാ അല്ലാഹ്. ആണായാലും പെണ്ണായാലും വയസ്സയക്കണമെന്നുണ്ടെങ്കിൽ പോലും നല്ല ആരോഗ്യവാന്മാരാണ്. അതിപ്പോൾ എന്തായിരിക്കും കാരണം എന്നുള്ളത് ഇപ്പോൾ നമ്മൾക്ക് ചിന്തിച്ചാൽ മതി. അതുപോലെ ഫുഡ് തന്നെ ആയിരിക്കും മെയിൻ. നമ്മളെ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ കുറേ പ്രായമായിട്ടാണ് ഹജ്ജ് ചെയ്യാൻ വരുന്നത്. അസുഖങ്ങളെ കൊണ്ടൊക്കെ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടുന്ന സമയത്താണ് ഈ ഹജ്ജ് എന്ന് പറഞ്ഞ സംഗതികൾ എല്ലാവരും ചെയ്യാൻ വരുന്നത്. ഒരുവിധം നമ്മൾ കണ്ട ഇന്ത്യക്കാർ ഫുള്ള് നടക്കാൻ വയ്യാതെയും വീൽ ചെയറിലൊക്കെയാണ് നടന്നിട്ട് വരേണ്ടത്. ആരോഗ്യവും ആയുസ്സും ഉള്ള സമയത്ത് തന്നെ
നമ്മൾ ഹജ്ജും ഉംറയൊക്കെ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. പറ്റുന്നുണ്ടെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതേപോലെ പാകിസ്ഥാനിൽ നിന്നൊക്കെ ഒരുപാട് ചെറിയ കുട്ടികൾ അതേ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ പോലൊക്കെ ഹജ്ജ് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ നല്ലൊരു തീരുമാനമാണ്. ഇൻഷാ അല്ലാഹ് നമ്മളെ നാട്ടിൽ നിന്ന് അതേപോലെ അങ്ങനെ ആയി വരണം. ഉമ്മാരെ ഉപ്പാരൊക്കെ ഹജ്ജിന് പറഞ്ഞേക്കാൻ പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എത്രയും പെട്ടെന്നാക്കുക. പിന്നേക്ക് അല്ല അടുത്ത വർഷം പിറ്റത്തെ വർഷം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നമ്മൾ പൈസ ഉണ്ടായിട്ട് പോലും ഗവൺമെന്റിൽ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ ഒരുപാട് ആളുകൾ നമുക്ക് അറിയാവുന്നതാണ്. പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോരി. നമുക്ക് ഈ ഗവൺമെന്റിൽ കിട്ടി പോരുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അസുഖത്തിന് അഡിക്റ്റ് ആയിട്ടുണ്ടാവും, പല രീതിയിൽ ബുദ്ധിമുട്ടുകളുണ്ടാവും. പിന്നെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ചില്ലറ നടത്തുന്നില്ല കേട്ടോ, അത്യാവശ്യം നടക്കാണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ നടന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി നടക്കാൻ വേണ്ടി നോക്കുക, അതൊക്കെ നല്ലതാണ്. ഹജ്ജിൻ്റെ മുന്നോടിയായിട്ട് ഒരു 2-3 മാസം മുന്നെങ്കിലും ഒരു 10 കിലോമീറ്ററെങ്കിലും ഡെയിലി നടക്കുക, അതൊക്കെ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും ഇവിടെ എത്തുമ്പോൾ. മറ്റേത് നമ്മൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഫ്ലൈറ്റും കയറി ഇങ്ങോട്ട് വന്നുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയാൽ ഒരു നിലക്കും ഹജ്ജ് പൂർത്തിയാക്കാൻ നമുക്ക് പറ്റൂല. അപ്പോൾ ഹജ്ജിന് വേണ്ടി റെഡി ആവുന്ന ആൾക്കാർ, പോരാൻ വേണ്ടി റെഡി ആവുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പോരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ അതിൻ്റെ 1 കൊല്ലം മുന്നേ 2 കൊല്ലം മുന്നേ എന്നാണ് നിങ്ങൾ മനസ്സോട് വിചാരിക്കണം അന്ന് മുതൽ തന്നെ അതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തോണ്ടി. ഞാൻ ഇവിടെ വന്നിട്ട് കണ്ടിട്ട് മനസ്സിലാക്കിയ ഒരുപാട് സംഗതികളായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുസ്ദലിഫ, അറഫ അങ്ങോട്ടൊക്കെ അത്യാവശ്യം നടക്കാണ്ട് ഇവിടെ തന്നെ. ഇത് ഞങ്ങളോട് മാത്രമല്ല കേട്ടോ പറഞ്ഞിട്ട്, എന്നോടും കൂടിയാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഞാനും മനസ്സോട് വിചാരിക്കേണ്ടത് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നൊക്കെ. ഇൻഷാ അല്ലാഹ് ഒക്കെ നല്ല രീതിയിലാക്കി തരട്ടെ എല്ലാവർക്കും. സമയം ഇപ്പം ഏകദേശം 6:40 ആയിട്ടുള്ളൂ. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരണേ ഉള്ളൂ. ബാക്കിൽ നിന്ന് കാണുന്നുണ്ടോ? ആ മലൻ്റെ അങ്ങേപ്പുറത്താണ് സൂര്യൻ കിടക്കുന്നത്. ഈ വണ്ടി ഫുള്ളായാലും ഇനിയിപ്പോൾ എൻ്റെ വണ്ടിയിൽ ആൾ കയറ്റും. ഹറമിൻ്റെ ഉള്ളിൽ കയറുമ്പം ആരും ശ്രദ്ധിക്കൂല ഈ കൂടെ കയറി എന്നുള്ളത്. പക്ഷെ നമ്മൾ കയറുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു അടയാളം വെച്ചാൽ നമുക്ക് സുഖമാണ്. അതേപോലെ നമുക്ക് ഇറങ്ങിപ്പോരാ. ഏറ്റവും സുഖം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ക്ലോക്ക് ടവർ ഉണ്ടല്ലോ, ഏറ്റവും ഹൈറ്റ് കൂടിയ ആ ടവറിന് അടയാളം വെച്ചാൽ മതി. നമ്മൾ കയറുമ്പം ക്ലോക്ക് ടവർ ഏത് സൈഡിലാണ് വരേണ്ടത് നോക്കുക. അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡായിരിക്കും ഉണ്ടാവേണ്ടത്. അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വഴി പിഴക്കാതെ കയറാൻ പറ്റും. അങ്ങനെ ഇറങ്ങിക്കാണ്ട് പെട്ടെന്ന് റൂമിൽ എത്താനും പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം നഷ്ടമായിരിക്കും, നിങ്ങളെ ആരോഗ്യം നഷ്ടമായിരിക്കും. വണ്ടിയിൽ നമ്മളെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഷറഫുദ്ദീൻ പാവിൽ എന്നൊക്കെ ഉണ്ട്. ഈ വണ്ടി എൻ്റെ പേരിലാണുള്ളത്.